ഇന്നത്തേത് ഒരുപാട് പാടൊന്നുമില്ലാതെ നമ്മുടെ ചോറിന് ഏറ്റവും സിമ്പിളായിട്ട് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പി കേട്ടോ. നമ്മുടെ പരിപ്പും അതേപോലെ തന്നെ തക്കാളിയും മുരിങ്ങക്കോലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള അടിപൊളി കറിയാണേ. അപ്പോൾ ദാ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. ഈസിയാണ്, നല്ല ടേസ്റ്റുള്ള കറിയും കൂടി കേട്ടോ. അപ്പോൾ റെഡിയാക്കി എടുക്കാനായിട്ട് ദാ ഞാനിവിടെ ഒരു 1/4 കപ്പ് പരിപ്പാട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ കുക്കറിൽ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് താമസമൊന്നുമില്ലാതെ പെട്ടെന്ന് നമുക്ക് കറി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതാ 2-3 തവണ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് മാറ്റി നമ്മുടെ പരിപ്പിൻ്റെ മേലെ നിൽക്കാനായിട്ട് വെള്ളം ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ 4 വിസിലാണ് കേൾപ്പിച്ചെടുക്കുന്നത്. 4 അല്ലാന്നുണ്ടെങ്കിൽ 3 കേൾപ്പിച്ചെടുത്താൽ മതി. പരിപ്പൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്നും കൂടി വെന്ത് വരണം കേട്ടോ. ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പടവലങ്ങ, അതേപോലെ തന്നെ തക്കാളി, ഇതാ കുറച്ച് മുരിങ്ങക്കായും കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ചേർക്കുന്ന കഷ്ണങ്ങൾക്ക് പച്ചക്കറികൾക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള അളവൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിവിടെ ചെറിയ തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ 2-3 തക്കാളി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ മുരിങ്ങക്കോലിൻ്റെ അളവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. പടവലങ്ങ ഒരു കഷ്ണം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തീരുമാനിക്കാവുന്നേ ഉള്ളൂ. അത് ആ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറിയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇത് ഇങ്ങനെ ചേർത്ത് ഒറ്റ വിസിലാണ് ഞാനിവിടെ കേൾപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നന്നായിട്ട് എല്ലാം കൂടി ഒന്നിട്ട് തിളപ്പിച്ചെടുത്താലും മതിയാവും. തിളപ്പിക്കുമ്പോൾ കുറച്ചധികം സമയം തന്നെ വേണ്ടി വരും. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ എടുത്ത് മുളക് പൊടിയും കൂടെ തന്നെ എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാനുള്ളത് കേട്ടോ. അതുകൊണ്ട് ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. പാകത്തിന് ഒപ്പം നിൽക്കാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒരൊറ്റ വിസിൽ മാത്രം കേൾപ്പിച്ചാൽ മതി. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 1-2 മിനിറ്റ് ശേഷം ബാക്കി വിസിലും കൂടി പൊക്കിക്കളയണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുരിങ്ങക്കോലും അതേപോലെ തന്നെ തക്കാളിയും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ആകെ അങ്ങോട്ട് കുഴഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇതേപോലെ വിസിൽ കേൾപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിസിലിന് ശേഷം നന്നായിട്ട് പൊക്കി കളയാം കേട്ടോ. അപ്പോൾ ദാ ഇതേപോലെ ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ദാ ഇവിടെ മറ്റൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോയിൽ കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മാറ്റി കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാരപ്പിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത്, അതായത് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തന്നെ നമ്മുടെ അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ തേങ്ങയുടെ പച്ചമണ്ണൊക്കെ ഒന്ന് മാറിയിട്ട് ദാ ഇതേപോലെ എല്ലാ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഈ സമയത്ത് ഉപ്പ് നോക്ക് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ കടുക് താളിച്ച് ചേർക്കലും കൂടിയാണ് ചെയ്യാനുള്ളൂ. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഉലുവ, അതേപോലെ തന്നെ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, കൂടെ തന്നെ കുറച്ച് കുഞ്ഞുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി പതുക്കെ ഒന്നും കൂടി മൂത്ത് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നേരെ തന്നെ നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു ഒഴിച്ചുകറി തന്നെയാണ്. ഇരിക്കുന്തോറും നമ്മുടെ പരിപ്പൊക്കെ ഒന്നും കൂടി ഒന്ന് തണുത്ത് വരുന്തോറും നല്ല അടിപൊളി ടേസ്റ്റിൽ കുറുകി കുറുകി വരികയുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. കുക്കറിൽ തന്നെ വെക്കുന്നത് കൊണ്ട് ഒരുപാട് കഷ്ണങ്ങൾ കുഴഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ടിരിക്കുക. ബൈ.